കേരള PSC സിവിൽ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിന് വേണ്ടി കണ്ടക്ട് ചെയ്ത PSC എക്സാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ സിവിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ TVM TCR ഡിസ്ട്രിക്ട്സ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 27/2016 ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോൾവിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A horizontal projection including a handrail to serve as a passage or sitting out place. അതായത് ബിൽഡിങ്ങിൽ നിന്നുള്ള ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ, അതിന് ഹാൻഡ് റെയിൽ കൂടിയുണ്ട്, അതിന് ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഔട്ട് പ്ലേസ് ആയിട്ടോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A കോർട്ട്യാർഡ്, B ബാൽക്കണി, C പോർച്ച്, D കോറിഡോർ. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ഓപ്ഷൻസ് വെച്ച് നോക്കാം. എന്താണ് കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ? A courtyard is a circumscribed area often surrounded by a building or complex that is open to the sky. അതായത് ബിൽഡിങ് കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ഏരിയയാണ് കോർട്ട്യാർഡ് എന്ന് വിളിക്കുന്നത്. അത് ഓപ്പൺ ടു സ്കൈ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ബാൽക്കണി ഈസ് എ പ്ലാറ്റ്ഫോം പ്രൊജക്റ്റിംഗ് ഫ്രം ദി വാൾ ഓഫ് എ ബിൽഡിംഗ് സപ്പോർട്ടഡ് ബൈ കോളംസ് ഓർ ബ്രാക്കറ്റ്സ് ആൻഡ് എൻക്ലോസ്ഡ് വിത്ത് എ ബാലുസ്ട്രേഡ് യൂഷ്വലി അബവ് ദി ഗ്രൗണ്ട് ഫ്ലോർ. അതായത് ബാൽക്കണി എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അത് ബിൽഡിങ്ങിൻ്റെ വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് കോളംസോ അല്ലെങ്കിൽ ബ്രാക്കറ്റ്സോ കൊണ്ടോ സപ്പോർട്ടഡ് ആയിരിക്കും. അത് ബാലുസ്ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് റെയിൽ പോലെ മുമ്പ് ചെയ്യുന്നൊരു സാധനമാണ് ബാലുസ്ട്രേഡ് എന്ന് പറയുന്നത്. അതുവഴി എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ബാൽക്കണി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് പോർച്ച്. പോർച്ച് എന്ന് പറഞ്ഞാൽ പോർച്ച് മീൻസ് എ കനോപ്പി സപ്പോർട്ടഡ് ഓൺ പില്ലേഴ്സ് അതർവൈസ് ആൻഡ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് പെഡസ്ട്രിയൻ ഓർ വെഹിക്കുലാർ അപ്രോച്ച് ടു ദി ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിലേക്കുള്ള വെഹിക്കുലാർ അല്ലെങ്കിൽ പെഡസ്ട്രിയൻ അപ്രോച്ചിന് വേണ്ടി നിർമ്മിക്കുന്ന കോളത്താൾ അല്ലെങ്കിൽ കനോപ്പി വഴി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏരിയയാണ് നമ്മൾ പോർച്ച് എന്ന് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോറിഡോർ നമുക്കറിയാം, ലോങ് പാസേജ് ഇൻ എ ബിൽഡിംഗ് ഫ്രം വിച്ച് ഡോർ ലീഡ്സ് ടു ദി റൂം. അതായത് ഒരു റൂമിലേക്കുള്ള ഒരു ലോങ് പാസേജിനെയാണ് നമ്മൾ കോറിഡോർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ വിച്ച് ഇൻക്ലൂഡിംഗ് എ ഹാൻഡ് റെയിൽ ടു സെർവ് ആസ് എ പാസേജ് ഓർ സിറ്റിംഗ് ഔട്ട് പ്ലേസ്. അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ബാൽക്കണിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെയിൻ തിൻ ലൈൻസ് ആർ യൂസ്ഡ് ടു ഡിനോട്ട്. ഒരു ഡ്രോയിങ്ങിൽ ചെയിൻ തിൻ ലൈൻസ് എന്തിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A സെൻട്രൽ ലൈൻസ്, B വിസിബിൾ ഔട്ട് ലൈൻസ്, C ലോങ് ബ്രേക്ക്, D ഹിഡൻ ഔട്ട് ലൈൻസ്. നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ ലൈൻ ടൈപ്പും അതിൻ്റെ യൂസേജും എന്താണെന്ന് തന്നിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള തിക്ക് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ വിസിബിൾ ഔട്ട്ലൈൻസ് ആൻഡ് എഡ്ജസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള തിക്ക് ലൈൻസ് യൂസ് ചെയ്യുന്നത് വിസിബിൾ ആയിട്ടുള്ള ഔട്ട്ലൈൻസിനും എഡ്ജസിനും വേണ്ടിയിട്ടാണ്. ഇനി കണ്ടിന്യൂസ് തിൻ ലൈൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യൂസ്ഡ് ഫോർ പ്രൊജക്ഷൻ, ഡയമെൻഷനിങ്, ലീഡർ ലൈൻസ്, ഹാച്ചിങ് ആൻഡ് ഷോർട്ട് സെൻറ്റർ ലൈൻസ്. പ്രൊജക്ഷൻ ലൈൻസിനും ഡയമെൻഷനിങ്ങിനും അതുപോലെ തന്നെ ലീഡർ ലൈൻസിനും ഹാച്ചിങ്ങിനും ഷോർട്ട് സെൻറ്റർ ലൈൻസിനും വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് തിൻ സ്ട്രെയിറ്റ് വിത്ത് സിഗ്സാഗ്സ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ലൈൻസ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ലിമിറ്റ്സ് ഓഫ് പാർഷ്യൽ ഓർ ഇൻ്ററപ്റ്റഡ് വ്യൂസ് ആൻഡ് സെക്ഷൻസ് ഇഫ് ദ ലിമിറ്റ് ഈസ് നോട്ട് ആൻ ആക്സിസ്. പാർഷ്യൽ ഇൻ്ററപ്റ്റഡ് വ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിഗ്സാഗ്സ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടും ആ ഡ്രോയിങ് പോകുന്നുണ്ടെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിഗ്സാഗ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാഷ്ഡ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ഹിഡൻ ഔട്ട്ലൈൻ ആൻഡ് എഡ്ജസ്. ഹിഡൻ ആയിട്ടുള്ള ഔട്ട്ലൈൻസും അതുപോലെ തന്നെ എഡ്ജസ് കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡാഷ്ഡ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ചെയിൻ തിൻ ലൈൻ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ സെൻറ്റർ ലൈൻസ് ഓൺ സിമ്മട്രി. ചെയിൻ തിൻ ഡബിൾ ഡാഷ് ലൈൻസ് യൂസ് ചെയ്യുന്നത് ഗോസ് ഔട്ട്ലൈൻസും ബെൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് തിൻ ഇറഗുലർ ലൈൻസ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ആസ് ദി ലിമിറ്റ് ടു ആൻ ഇൻ്ററപ്റ്റഡ് വ്യൂ വെൻ ആൻ ആക്സിസ് ഈസ് നോട്ട് പ്രസൻറ്റ്. ഒരു ഇൻ്ററപ്റ്റ് വ്യൂവിൻ്റെ ആക്സിസ് അവിടെ ഇല്ലെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് തിൻ ഇറഗുലർ ലൈൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയിൻ തിൻ തിക്ക് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ഡയറക്ഷൻ. അതായത് ഒരു കട്ടിംഗ് പ്ലെയിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയിൻ തിൻ തിക്ക് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ഡയറക്ഷൻ അങ്ങനത്തെ ലൈൻ യൂസ് ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ചെയിൻ തിൻ ലൈൻസ് ആർ യൂസ്ഡ് ടു ഡിനോട്ട്. അപ്പോൾ ചെയിൻ തിൻ ലൈൻസ് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒന്നെങ്കിൽ സെൻട്രൽ ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് സിമെട്രിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായ ആൻസർ എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻസ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്മോൾ റൂം
പ്രൊവൈഡഡ് അഡ്ജസൻറ്റ് ടു ഡൈനിങ് റൂം ഫോർ കീപ്പിംഗ് കുക്ക്ഡ് ഫുഡ് ഈസ് കോൾഡ് എ. അതായത് ഡൈനിങ് റൂമിൻ്റെ അടുത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ റൂം, അത് കുക്ക്ഡ് ഫുഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ചെറിയ റൂമിനെ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ ലോബി, ബി ബോക്സ് റൂം, സി പാൻട്രി, ഡി വർക്ക് ഏരിയ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലോബി എന്ന് വെച്ചാൽ. ലോബി എന്ന് വെച്ചാൽ എ റൂം പ്രൊവൈഡിങ് എ സ്പേസ് ഔട്ട് ഓഫ് വിച്ച് one or more other rooms or corridor lead, typically one near the entrance of the public building. ലോബി എന്ന് വെച്ചാൽ ഒന്നോ അതിലധികമോ റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു കോറിഡോറിലേക്കോ ലീഡ് ചെയ്യുന്ന ഒരു റൂമിനെയാണ്, ഒരു സ്പേസിനെയാണ് നമ്മൾ എപ്പോഴും ലോബി എന്ന് പറയുന്നത്. അത് പബ്ലിക് ബിൽഡിങ്ങിലാണ് ടിപ്പിക്കലി ഇത് കാണുന്നത്, പബ്ലിക് ബിൽഡിങ്സിലായിരിക്കും. ഇനി ബോക്സ് റൂം എന്ന് പറഞ്ഞാൽ ഒരു വെരി സ്മോൾ റൂം, അതായത് നമ്മൾ സ്റ്റോറേജോ അല്ലെങ്കിൽ ബെഡ്റൂമായിട്ടോ ഉപയോഗിക്കുന്ന ഒരു ചെറിയ റൂമിനെയാണ് ബോക്സ് റൂം എന്ന് പറയുന്നത്. പാൻട്രി എന്ന് വെച്ചാൽ എ സ്മോൾ റൂം ഓർ കബോർഡ് ഇൻ വിച്ച് ഫുഡ്, ക്രോക്കറി ആൻഡ് കൾട്ടറി ആർ കെപ്റ്റ്. അതായത് ഫുഡോ ക്രോക്കറിയോ അതുപോലെ കൾട്ടറിയോ ഒക്കെ നമ്മൾ വെക്കുന്ന ഒരു ചെറിയ റൂമിനെയാണ് നമ്മൾ എപ്പോഴും പാൻട്രി എന്ന് പറയുന്നത്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ എ റൂം പ്രൊവൈഡഡ് നിയർ കിച്ചൺ ഫോർ വർക്കിംഗ് പർപ്പസസ്. വൺ ഓർ മോർ പീപ്പിൾസിന് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന കിച്ചണിന് അടുത്തായിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ റൂമിനെയാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്മോൾ റൂം പ്രൊവൈഡഡ് അഡ്ജസൻറ്റ് ടു ഡൈനിങ് റൂം ഫോർ കീപ്പിംഗ് കുക്ക്ഡ് ഫുഡ് ഈസ് കോൾഡ് എ. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പാൻട്രി ആണ്, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബിൽഡിംഗ്സ് യൂസ്ഡ് ആസ് എ ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ് എക്സെട്ര ഇൻക്ലൂഡിംഗ് ഇൻ ദി ഗ്രൂപ്പ്. അതായത് ഷോപ്സ്, സ്റ്റോർ, മാർക്കറ്റ് എക്സെട്ര എന്നിവ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് മെർസന്റൈൽ, രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ബിസിനസ്, മൂന്നാമത്തത് അസംബ്ലി, നാലാമത്തത് തന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ. ഇതിലേത് ഗ്രൂപ്പിലാണ് ഷോപ്സും സ്റ്റോറും മാർക്കറ്റും വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ പുതിയ ബിൽഡിംഗ് റൂൾ പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. ബിൽഡിങ് ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷനാണിത്. ഗ്രൂപ്പ് A1 വരുന്നത് റെസിഡൻഷ്യലാണ്, A2 വരുന്നത് ലോഡ്ജിങ് ഹൗസസ് ആൻഡ് സ്പെഷ്യൽ റെസിഡൻഷ്യലാണ്, ഗ്രൂപ്പ് ബിയിൽ വരുന്നത് എഡ്യൂക്കേഷണലാണ്, ഗ്രൂപ്പ് സിയിൽ വരുന്നത് മെഡിക്കലോ ഹോസ്പിറ്റലോ ആണ്, ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് അസംബ്ലിയാണ്, ഗ്രൂപ്പ് ഇയിൽ വരുന്നത് ഓഫീസ് ബിൽഡിംഗ് ആണ്, ഗ്രൂപ്പ് എഫിൽ വരുന്നത് മെർസന്റൈൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ, ഗ്രൂപ്പ് G1 വരുന്നത് ഇൻഡസ്ട്രിയൽ 1, ഗ്രൂപ്പ് G2 വരുന്നത് ഇൻഡസ്ട്രിയൽ 2, ഗ്രൂപ്പ് എച്ചിൽ വരുന്നത് സ്റ്റോറേജ് ആണ്, ഗ്രൂപ്പ് ഐയിൽ വരുന്നത് ഹസാർഡിയസ് ബിൽഡിംഗ് ആണ്, ഗ്രൂപ്പ് ജെയിൽ വരുന്നത് മൾട്ടിപ്ലക്സ് കോംപ്ലക്സുകളാണ്. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മൾ ആദ്യം ഇത് ഓരോന്നായിട്ട് നോക്കാം. ഗ്രൂപ്പ് A1 എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അതായത് നോർമൽ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്, അത് വിത്ത് ഓർ വിത്തൗട്ട് കുക്കിംഗ് ഓർ ഡൈനിങ് ഫെസിലിറ്റിയുള്ള ബിൽഡിങ്ങൊക്കെ വരുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന സെക്ഷനിലാണ് ഗ്രൂപ്പ് A1. അതുപോലെ രണ്ടാമത്തെ വരുന്ന ഗ്രൂപ്പ് A2 വരുന്നത് ലോഡ്ജിങ് ഹൗസസും സ്പെഷ്യൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സുമാണ് ഇതിൽ വരുന്നത്. അത് റൂമിംഗ് ഹൗസസ്, ലോഡ്ജസ് അല്ലെങ്കിൽ സെമിനാരീസ്, കോൺവെൻറ്റ്സ്, ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോംസ്, ഡോർമെട്രീസ്, ടൂറിസ്റ്റ് ഹോംസ്, ടൂറിസ്റ്റ് റിസോർട്ട്സ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോസ്റ്റൽസ്, അങ്ങനെ ഹോട്ടൽസ് വിത്ത് ഓർ വിത്തൗട്ട് കോൺഫറൻസ് ഹാൾസ്, ഡൈനിങ് അസംബ്ലി റൂംസ്, ഇവയൊക്കെ വരുന്നത് ഈ കാറ്റഗറിയിലാണ്, ഗ്രൂപ്പ് A2 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് ആണ് ഗ്രൂപ്പ് ബിയിൽ വരുന്നത്. ഇനി ഗ്രൂപ്പ് സി വരുന്നത് മെഡിക്കൽ ഓർ ഹോസ്പിറ്റൽ ബിൽഡിങ്സ് ആണ് ഗ്രൂപ്പ് സിയിൽ വരുന്നത്. മെഡിക്കൽ ഓർ ഹോസ്പിറ്റൽ ബിൽഡിങ്സ് ആണ്. ഇനി ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് അസംബ്ലി ബിൽഡിങ്സ്. ഗ്രൂപ്പ് ഇയിലാണ് ഓഫീസ് ബിൽഡിംഗ് വരുന്നത്. ഗ്രൂപ്പ് എഫിലാണ് മെർക്കൻറ്റൈൽ ഓർ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വരുന്നത്. ഇതിൽ വരുന്നതാണ് ഷോപ്സ്, സ്റ്റോർസ്, മാർക്കറ്റ് എക്സെട്ര മുതലായവ. ഇനി ഗ്രൂപ്പ് G1 ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ടൈപ്പ് 1 വരുന്നത്. ഗ്രൂപ്പ് G2 വരുന്നത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ടൈപ്പ് 2 ആണ്. ഗ്രൂപ്പ് എച്ചിൽ വരുന്നത് സ്റ്റോറേജ് ബിൽഡിങ്സ് ആണ്. ഗ്രൂപ്പ് ഐയിൽ വരുന്നത് ഹസാർഡിയസ് ബിൽഡിംഗ് ആണ്. ഇനി ഗ്രൂപ്പ് ജെ വരുന്നത് മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് ആണ് ഗ്രൂപ്പ് ജെയിൽ വരുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഷോപ്സ്, സ്റ്റോർസ്, മാർക്കറ്റ്സ് ഒക്കെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് എഫിലാണ് വരുന്നത്. മെർക്കൻറ്റൈൽ ഓർ കൊമേഴ്ഷ്യൽ എന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് FAR ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കവേർഡ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ബൈ ദി. അതായത് FAR എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. FAR ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കവേർഡ് ഏരിയ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് FAR കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ കാർപ്പറ്റ് ഏരിയ, ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് പ്ലിന്ത് ഏരിയ, ഓപ്ഷൻ സി തന്നിരിക്കുന്നത് ബിൽറ്റപ്പ് ഏരിയ, ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് പ്ലോട്ട് ഏരിയ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫ്ലോർ ഏരിയ റേഷ്യോ ഈസ് ദി റേഷ്യോ ഓഫ് എ ബിൽഡിംഗ് ടോട്ടൽ ഫ്ലോർ ഏരിയ
അതല്ലെങ്കിൽ ഗ്രോസ് ഫ്ലോർ ഏരിയ ടു ദി സൈസ് ഓഫ് ദ പീസ് ഓഫ് ലാൻഡ് അപ്പോൺ വിച്ച് ഇറ്റ് ഈസ് ബിൽറ്റ്. അതായത് ആ ലാൻഡിൻ്റെ സൈസ് കൊണ്ട് ഫ്ലോർ ഏരിയയെ ആ ലാൻഡിൻ്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് നമുക്ക് കിട്ടും. പുതിയ റൂൾ പ്രകാരം നമുക്ക് ഇപ്പോൾ വരുന്നത് ഫ്ലോർ ഏരിയ റേഷ്യോ എന്നുള്ള ടേമല്ല, FSI ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നുള്ള ടേമാണ് വരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ എന്ന് നമ്മൾ കണ്ടാൽ മതി. സെയിം സാധനം തന്നെയാണ്, FSIയും FARും സെയിം തന്നെയാണ്. ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ ഓഫ് ഓൾ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. ഇത് കണ്ടാൽ നമുക്ക് FAR കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. FAR is obtained by dividing total covered area of all floors by the plot area. ഓപ്ഷൻ D ആണ് ശരിയായ ഉത്തരം. ഇനി ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൊറണ്ടം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് മെറ്റീരിയൽ. കൊറണ്ടം എന്ന് പറയുന്നത് ഏത് മെറ്റീരിയലിന് ഉദാഹരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A തന്നിരിക്കുന്നത് അഡസീവ്, ഓപ്ഷൻ B പറഞ്ഞിരിക്കുന്നത് ബൈൻഡിങ്, ഓപ്ഷൻ C പറഞ്ഞിരിക്കുന്നത് റീഇൻഫോഴ്സിങ്, ഓപ്ഷൻ D പറഞ്ഞിരിക്കുന്നത് അബ്രസീവ്. അപ്പോൾ എന്താണ് അഡിസീവ് മെറ്റീരിയൽ എന്ന് ആദ്യം നോക്കാം. ആൻ അഡിസീവ് മേ ബി ഡിഫൈൻഡ് ആസ് ദി മെറ്റീരിയൽ വിച്ച് ക്യാൻ ജോയിൻ ദി സർഫസ് ടുഗദർ ആൻഡ് റെസിസ്റ്റ് ദ സെപ്പറേഷൻ. അഡിസീവ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ രണ്ട് സർഫസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാനും അത് അതിൻ്റെ സെപ്പറേഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലുമാണ് അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ അഡിസീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിനടുത്ത് നമുക്ക് നോക്കാം ബൈൻഡിങ് മെറ്റീരിയൽസ്. ബൈൻഡിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് ഏജൻറ്റ് ഓർ ബൈൻഡർ ഈസ് എ മെറ്റീരിയൽ യൂസ്ഡ് ടു ഫോം മെറ്റീരിയൽസ് ഇൻ ടു എ കോഹസീവ് ഹോൾ ആസ് എ മീൻസ് ഓഫ് പ്രൊവൈഡിങ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. ബൈൻഡിങ് ഏജൻറ്റ്സ് ഹാർഡൻ കെമിക്കലി ഓർ മെക്കാനിക്കലി ആൻഡ് ഇൻ ദി പ്രോസസ് ബോണ്ട് ഫൈബേഴ്സ്, ഫില്ലർ പൗഡേഴ്സ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ടുഗദർ. അതായത് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ അത് കെമിക്കലായോ അല്ലെങ്കിൽ മെക്കാനിക്കലായോ ജോയിൻ ചെയ്ത് നിർത്തും. അത് മെറ്റീരിയൽസിനെയാണ് ബൈൻഡിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇത് ആ സബ്സ്റ്റൻസിനെ ജോയിൻ ചെയ്തതിനോടൊപ്പം തന്നെ അത് ഹാർഡൻ ചെയ്യുകയും ചെയ്യും. റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽ ദാറ്റ് സ്ട്രെങ്തൻ ദി എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ വെൻ ആഡിങ് ടു ഇറ്റ് ആർ കോൾഡ് റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിസ്റ്റിംഗ് മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നുണ്ടെങ്കിൽ അതിനെയാണ് റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഈസ് എ ഗുഡ് കംപ്രഷൻ. നമുക്കറിയാം കോൺക്രീറ്റ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺക്രീറ്റ് കംപ്രഷനിൽ സ്ട്രോങ് ആണ്, പക്ഷേ അത് ടെൻഷനിൽ വീക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്ത് കൂട്ടി ആ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് തന്നെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. അത് റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. അബ്രസീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എ മിനറൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഷേപ്പ് ഓർ ഫിനിഷ് എ വർക്ക് പീസ് ത്രൂ റബ്ബിംഗ് വിച്ച് ലീഡ്സ് ടു എ പാർട്ട് ഓഫ് ദ വർക്ക് പീസ് ബീയിങ് വോൺ അവേ ബൈ ഫ്രിക്ഷൻ. ആ പീസിൻ്റെ റബ്ബ് ചെയ്ത് അതിനെ ഷേപ്പ് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് അബ്രസീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കൊറണ്ടം എന്നാണ്. കൊറണ്ടം എന്ന് പറയുന്ന മെറ്റീരിയൽ ഇതാണ്. ഇതൊരു ക്രിസ്റ്റലൈൻ ഫോം ഓഫ് അലുമിനിയം ഓക്സൈഡ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് കൊറണ്ടം ഇസ് എ ക്രിസ്റ്റലൈൻ ഫോം ഓഫ് അലുമിനിയം ഓക്സൈഡ് ടിപ്പിക്കലി കണ്ടെയ്നിങ് ട്രേസസ് ഓഫ് അയൺ, ടൈറ്റാനിയം, വനേഡിയം ആൻഡ് ക്രോമിയം. ഇറ്റ് ഈസ് എ റോക്ക് ഫോമിംഗ് മിനറൽ. It is also a natural transparent material but can have different colors depending on the presence of transition metal impurities in its crystalline structure used as an abrasive. അതായത് ഈ മെറ്റീരിയൽ ഒരു അബ്രസീവ് മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്രിസ്റ്റലൈൻ ഫോമിലുള്ള അലുമിനിയം ഓക്സൈഡ് മെറ്റീരിയൽ ആണ്. അതിൻ്റെ അബ്രസീവ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൂബി സാഫയർ എന്നൊക്കെ പറയുന്നത് കൊറണ്ടത്തിന് കൊറണ്ടത്തിൻ്റെ വെറൈറ്റീസ് ആണ്. അപ്പോൾ കൊറണ്ടം എന്ന് പറയുന്ന ഒരു അബ്രസീവ് മെറ്റീരിയൽ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അബ്രസീവ് ആണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് നോട്ട് എ ലൂബ്രിക്കൻറ്റ്. ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലൂബ്രിക്കൻറ്റ് അല്ലാത്തത്? അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് മൈക്ക, ഓപ്ഷൻ സി തന്നിരിക്കുന്നത് ടാൽക്ക്, ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് വാർണിഷ്. അപ്പോൾ എന്താണ് ലൂബ്രിക്കൻ്റ് എന്ന് നോക്കാം. A lubricant is a substance, usually organic, introduced to reduce friction between surface in a mutual contact. രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ലൂബ്രിക്കൻ്റ് എന്ന് വിളിക്കുന്നത്. അതായത് അത് ഫ്രിക്ഷൻ മൂലമുണ്ടാകുന്ന ഹീറ്റും അതുപോലെ തന്നെ അതിന് തമ്മിലുള്ള വിയർ ആൻഡ് ടിയറും കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നാച്ചുറലോ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാകുന്ന മെറ്റീരിയൽസിനെയാണ് ലൂബ്രിക്കൻ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സോളിഡ് മെറ്റീരിയൽ ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ്. അതിന് എക്സാമ്പിളാണ് ഗ്രാഫൈറ്റ്, ടാൾക്ക്, സോപ്പ് സ്റ്റോൺ, മൈക്ക, ഫ്ലവേഴ്സ് ഓഫ് സൾഫർ, വൈറ്റ് ലെഡ് മുതലായവ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് ഗ്രാഫൈറ്റ് തന്നിട്ടുണ്ട്, മൈക്ക തന്നിട്ടുണ്ട്,
ടാൽക്ക് തന്നിട്ടുണ്ട്. ഇവ മൂന്നും സോളിഡ് ലൂബ്രിക്കൻറ്റിന് എക്സാമ്പിളാണ്. സോ നമ്മുടെ ഓപ്ഷൻ ഡി വാർണിഷ്. അപ്പോൾ വാർണിഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാർണിഷ് എന്ന് പറയുന്നത് വാർണിഷ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ഓയിൽസ് ആൻഡ് റെസിൻസ് ദാറ്റ് കോട്ട്സ് ദി സർഫസ് ഓഫ് വുഡ് ആൻഡ് ഗീവ്സ് എ ട്രാൻസ്പെറൻറ്റ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് അലോയിങ് ദ ബ്യൂട്ടി ഓഫ് ദ വുഡ് ടു ഷോ ത്രൂ. വാർണിഷ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ്, വുഡിന് മുകളിൽ നൽകുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ്. അത് വുഡിൻ്റെ ബ്യൂട്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പുറത്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റീരിയലാണ് വാർണിഷ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ ഫോർ വുഡാണ്. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം. ഇതൊരു ലൂബ്രിക്കൻറ്റിന് എക്സാമ്പിൾ അല്ല. സോ ഓപ്ഷൻ ഡി വാർണിഷാണ് ശരിയായ ഉത്തരം. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർബിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് റോക്സ്. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഇഗ്നിയസ് റോക്സ്, ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് കാൽക്കേരിയസ് റോക്ക്, ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ആർജിലേഷ്യസ് റോക്ക്, ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് സിലീഷ്യസ് റോക്സ്. അപ്പോൾ ഈ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ഇഗ്നിയസ്, അതൊരു ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. നമുക്ക് സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്പെഷ്യലായിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ എടുക്കാം. ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ബാക്കി മൂന്നും വരുന്നത് കെമിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദീസ് ആർ ദി റോക്സ് ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ. ഇതിൻ്റെ അണ്ടറിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. അതായത് കൂളിംഗ് ഓഫ് മാഗ്മ കൂൾ ചെയ്തുണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റും ഡോളറൈറ്റും ഒക്കെ. ഇനി ബാക്കി വരുന്നത് സിലീഷ്യസ് റോക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. ഇതിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്, ട്രാപ്പ്, സാൻഡ്സ്റ്റോൺ. ഇനി ആർജിലേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലേ ആണ് ഇതിൽ മെയിൻ കണ്ടൻ്റായിട്ട് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറയുന്നത് ക്ലേ ആണ്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് സ്ലേറ്റ്, ലാറ്ററൈറ്റ് മുതലായവയാണ് ആർജിലേഷ്യസ് റോക്കിന് എക്സാമ്പിൾ. കാൽക്കേരിയസ് റോക്കിലാണ് വരുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് ഇതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂൻ്റ്. ഇതിന് എക്സാമ്പിളാണ് ലൈംസ്റ്റോൺ, മാർബിൾ മുതലായവ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മാർബിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് റോക്സ്. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കാൽക്കേരിയസ് റോക്സിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കാൽക്കേരിയസ് റോക്കാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഏബിൾ ടു റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആർ കോൾഡ്. അതായത് ഹൈ ടെമ്പറേച്ചേഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ റിഫ്രാക്ടറീസ്, ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് എൻകോസ്റ്റിക് ടൈൽസ്, ഓപ്ഷൻ സി തന്നിരിക്കുന്നത് ടെറാക്കോട്ട, ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് പോർസലൈൻ. അപ്പോൾ എന്താണ് റിഫ്രാക്ടറീസ് എന്ന് നമുക്ക് നോക്കാം. Refractories are inorganic, non-metallic material which can withstand high temperature without undergoing physico-chemical changes while remaining in contact with molten slag, metal and gases. മോൾട്ടൺ സ്ലാഗോ മെറ്റലോ ഗ്യാസസോ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ ഫിസിക്കലോ കെമിക്കലോ ആയിട്ടുള്ള ചേഞ്ച് ഇല്ലാതെ അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവയെയാണ് റിഫ്രാക്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എൻകോസ്റ്റിക് ടൈൽസ് എന്ന് പറഞ്ഞാൽ? Encaustic tiles are ceramic tiles in which the pattern or figures on the surface is not product of the glaze but the different colors of clay. Encaustic tiles എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാറ്റേണോ ഫിഗേഴ്സോ ഒന്നും ഗ്ലേസിങ് അല്ലെങ്കിലും അതിന് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ക്ലേ വെച്ചുണ്ടാക്കുന്ന സെറാമിക് ടൈൽസിനെയാണ് എൻകോസ്റ്റിക് ടൈൽസ് എന്ന് പറയുന്നത്. ഇനി ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ഫയർഡ് ക്ലേ ടിപ്പിക്കലി ഓഫ് എ ബ്രൗണിഷ് റെഡ് കളർ ആൻഡ് അൺഗ്ലേസ്ഡ് യൂസ്ഡ് ആസ് ആൻ ഓർണമെൻ്റൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ഇൻ മോഡലിംഗ്. അതായത് ഫയർഡ് ക്ലേ മെറ്റീരിയലാണ്, അത് ബ്രൗണിഷ് റെഡ് കളറാണ്, അത് ഒരു ഫയർഡ് ക്ലേ മെറ്റീരിയലാണ് ടെറാക്കോട്ട എന്ന് പറയുന്നത്. അതിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ട് ബ്രൗണിഷ് റെഡ് ആണ്, അതുപോലെ തന്നെ അൺഗ്ലേസ്ഡും ആയിരിക്കും. അതൊരു ഓർണമെൻ്റൽ മെറ്റീരിയലായിട്ട് ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്നതിനാണ് ടെറാക്കോട്ട എന്ന് പറയുന്നത്. അതായത് പോർസലിൻ എന്ന് വെച്ചാൽ എ ഹാർഡ് ഫൈൻ ഗ്രെയിൻഡ് സോണറസ് നോൺ പോറസ് ആൻഡ് യൂഷ്വലി ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് വൈറ്റ് സെറാമിക് വെയർ ദാറ്റ് കൺസിസ്റ്റ് എസെൻഷ്യലി ഓഫ് കയോലിൻ കോഡ്സ് ആൻഡ് ഫ്ലഡ്സ്പാത്തിക് റോക്ക് ആൻഡ് ഈസ് ഫയർഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. പോർസലിൻ എന്ന് പറഞ്ഞാൽ ഒരു സെറാമിക് മെറ്റീരിയൽ തന്നെയാണ്. അത് ട്രാൻസ്ലുവൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ വൈറ്റ് ഇൻ കളറായിരിക്കും, അത് വളരെ റിഫ്ലക്റ്റീവ് ആയിരിക്കും. സോ ഡെക്കറേഷൻ പർപ്പസിന്, അതായത് ഓർണമെൻ്റൽ വർക്ക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് പോർസലിൻ എന്ന് പറയുന്നത്. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഏബിൾ ടു റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ ആർ കോൾഡ് എന്നാണ്. അതായത് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ നോക്കിയിരുന്നു, റിഫ്രാക്ടറീസ് നോക്കിയിരുന്നു. റിഫ്രാക്ടറീസിലാണ് പറയുന്നത് അത് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്ന്. അതായത് ഇനോർഗാനിക് നോൺ മെറ്റാലിക് മെറ്റീരിയലാണ്, അത് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. കെമിക്കലോ ഫിസിക്കലോ
ചേഞ്ചസ് ഇല്ലാതെ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. സോ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ റിഫ്രാക്ടറീസ് ആണ്. ഇനി 10ാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ദ ലൈം കോമൺലി യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ് ഈസ്, അതായത് വൈറ്റ് വാഷിങ്ങിൽ യൂസ് ചെയ്യുന്ന കോമൺ ലൈം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ഹൈഡ്രോളിക് ലൈം, ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഫാറ്റ് ലൈം, ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് പുവർ ലൈം, ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് സ്ലേക്ഡ് ലൈം. അപ്പോൾ ഹൈഡ്രോളിക് ലൈമിൽ നമുക്ക് നോക്കാം. ഹൈഡ്രോളിക് ലൈമിൽ എന്താണെന്ന് നോക്കാം. ഹൈഡ്രോളിക് ലൈം ഈസ് ഓൾസോ കോൾഡ് ആസ് വാട്ടർ ലൈം. ഇറ്റ് കണ്ടെയ്ൻസ് 30% ഓഫ് സിലിക്ക ആൻഡ് 5% ഓഫ് അലുമിന അലോങ് വിത്ത് അയൺ ഓക്സൈഡ്. ദിസ് ലൈം സെറ്റ്സ് വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ഇറ്റ്. ഇതിനെ വാട്ടർ ലൈം എന്ന് പറയുന്നത്, അതായത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ അവയാണ് ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. ഇതിൽ 30% സിലിക്കയും അതുപോലെ തന്നെ 5% അലുമിനിയം അടങ്ങിയിട്ടുള്ളതിനാണ് വിത്ത് അയൺ ഓക്സൈഡിനാണ് ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലൈം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സീ ഷെൽസ്, coral deposits etc. of or from limestone containing impurities like free sand and soluble silica combined with alumina, magnesium carbonate etc. If the proportion of free sand is large, the resulting lime becomes progressively poor and is called poor or lean lime. Fat lime is used for pointing in masonry works, foundation with surki to thicken the masonry walls, whitewashing etc. വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഫാറ്റ് ലൈമാണ് യൂസ് ചെയ്യുന്നത്. പോരാത്തതിന് അത് മേസൺറി വർക്ക്സിനും പോയിൻറ്റിങ്ങിനും ഫൗണ്ടേഷൻ വർക്ക്സിനും വിത്ത് സുർക്കിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേസൺറി വാൾസ് തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. പോരാത്തതിന് വൈറ്റ് വാഷിങ്ങിനും ഇത് യൂസ് ചെയ്യും. അപ്പോൾ സ്ലേക്ഡ് ലൈം എന്ന് പറഞ്ഞാൽ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദി പ്രോസസ് ഓഫ് സ്ലേക്കിംഗ്. സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ലേക്ഡ് ലൈം ഫോംഡ് ബൈ ആഡിങ് ക്യുക്ക് ലൈം ആൻഡ് വാട്ടർ. അതായത് ക്യുക്ക് ലൈമിൽ വാട്ടർ ആഡ് ചെയ്യുന്നതിനെയാണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലേക്കിംഗ് പ്രോസസ്സ് വഴി ലഭിക്കുന്ന ലൈമിനെയാണ് സ്ലേക്ഡ് ലൈം എന്ന് പറയുന്നത്. ഇത് ഹൈഡ്രേറ്റ് ഓഫ് ലൈം എന്നും കൂടി ഇതിനെ അറിയപ്പെടാറുണ്ട്. ദിസ് ഈസ് അവൈലബിൾ ആസ് പ്യുവർ ലൈം ഇൻ ദി ഫോം ഓഫ് വൈറ്റ് പൗഡർ. ഇത് പ്ലാസ്റ്ററിംഗ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പുവർ ലൈം ഓർ ലീൻ ലൈം എന്ന് വെച്ചാൽ പുവർ ലൈം ഈസ് ഓൾസോ കോൾഡ് മയാഗ്രേ ഓർ ലീൻ ലൈം കണ്ടെയ്ൻസ് 10 to 40% impurities insoluble in acids such as sand and stones, takes longer to slake, does not increase in bulk to such an extent less than twice as pure lime and has inferior plasticity. Color may not be white. Pure lime or lean lime എന്ന് വെച്ചാൽ pure lime is also called maigré or lean lime. ഇത് 10 to 40% ഇംപ്യൂരിറ്റീസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇൻസോല്യൂബിൾ, ഇതിന് പ്ലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കളറ് വൈറ്റ് ആയിരിക്കില്ല. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ലൈം കോമൺലി യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ് ഈസ്, വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ലൈം ഏതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഫാറ്റ് ലൈം ആണ്. നമ്മൾ ഫാറ്റ് ലൈമിൻ്റെ കാര്യത്തിൽ നോക്കി, അതാണ് മെയിനായിട്ട് വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം.